പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നും സമാധാനത്തിന്റെ പാലമായി നിന്നിരുന്ന രാജ്യമാണ് ഖത്തർ. അയൽരാജ്യമായ ഇറാനുമായും പാശ്ചാത്യ ശക്തികളുമായും ഒരുപോലെ സൗഹൃദം നിലനിർത്താൻ ഖത്തർ കാണിച്ചിരുന്ന നയതന്ത്ര വൈഭവം ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ളതാണ്. എന്നാൽ സമീപകാലത്തുണ്ടായ ഇറാൻ ഇസ്രയേൽ സംഘർഷങ്ങളും അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളും ഈ സൗഹൃദത്തിന്മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഇറാന്റെ വിപ്ലവ സേനയുമായി ബന്ധമുള്ള സ്ലീപ്പർ സെല്ലുകളെ ഖത്തർ പിടികൂടിയതോടെ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം അതീവ സങ്കീർണമായിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ശീതയുദ്ധത്തിൽ പലപ്പോഴും മധ്യസ്ഥനായി ഖത്തർ വരാറുണ്ട്. ഇറാനുമായി ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും അടുത്ത ബന്ധം ഖത്തറിനുണ്ട്. എന്നാൽ അതേസമയം തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽ ഉദൈസ് സ്ഥിതി ചെയ്യുന്നതും ഖത്തറിലാണ്. ഈ ഇരട്ട മുഖം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ഇറാനിലെ ആഭ്യന്തര വിഷയങ്ങളിലും ഉപരോധങ്ങളിലും പലപ്പോഴും മൃദു സമീപനം സ്വീകരിച്ചിരുന്ന ഖത്തറിന് ഇപ്പോൾ സ്വന്തം മണ്ണിൽ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഖത്തർ പോലീസ് അടുത്തിടെ നടത്തിയ നിർണായകമായ നീക്കത്തിൽ 10 പേരെയാണ് പിടികൂടിയത്. ഇറാന്റെ വിപ്ലവ സേനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന 2 സ്ലീപ്പർ സെല്ലുകളെയാണ് തകർത്തത്. ഇത് കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമായാണ് ഖത്തർ കാണുന്നത്. അറസ്റ്റിലായ 7 പേരുടെ പ്രധാന ദൗത്യം ഖത്തറിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, അമേരിക്കൻ സേനാ ക്യാമ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് ഇറാൻ സൈന്യത്തിന് കൈമാറുകയായിരുന്നു. മറ്റ് 3 പേർ ഖത്തറിനുള്ളിൽ അട്ടിമറി നീക്കങ്ങൾക്കും രഹസ്യ ഓപ്പറേഷനുകൾക്കും പദ്ധതി ഇട്ടിരുന്നവരാണ്. ചോദ്യം ചെയ്യൽ ഇവർ ഇറാൻ വിപ്ലവ സേനയുമായുള്ള ബന്ധം സമ്മതിച്ചിട്ടുണ്ട് എന്നത് ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയും ഇസ്രയേലിനെയും ലക്ഷ്യം വയ്ക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ നീക്കങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെയും വിദേശ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെയും ബാധിക്കുന്നത് ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഖത്തറിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടത് 101 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും 39 ഡ്രോണുകളും. ഈ ആക്രമണങ്ങൾ സൈനിക കേന്ദ്രങ്ങളെ മാത്രമല്ല, മറിച്ച് ഖത്തറിലെ വിമാനത്താവളങ്ങളെയും ഹോട്ടലുകളെയും ലക്ഷ്യം വെച്ചു എന്നതും ഖത്തർ ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ നയതന്ത്ര പരിധികളും വിട്ടാണ് ഇറാന്റെ നീക്കങ്ങൾ എന്ന് ഖത്തർ ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകിയത് മേഖലയിലെ ബന്ധങ്ങളിലും വലിയ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു. യുദ്ധ സാഹചര്യം സൃഷ്ടിച്ച അനിശ്ചിതത്വം കണക്കിലെടുത്ത് ഖത്തറിലെ പ്രവാസികൾക്കും സന്ദർശകർക്കും ആശ്വാസം പകരുന്ന നിർണായക തീരുമാനങ്ങൾ ആഭ്യന്തര മന്ത്രാലയം കൈക്കൊണ്ടിട്ടുണ്ട്. ഖത്തറിലുള്ള എല്ലാത്തരം വിസകളുടെയും കാലാവധി 1 മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. കാലാവധി കഴിയാറായവരും കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞവരും ആശങ്കപ്പെടേണ്ടതില്ല. വിസ പുതുക്കുന്നതിനായി പാസ്പോർട്ട് ഓഫീസുകളിലോ സർക്കാർ കേന്ദ്രങ്ങളിലോ നേരിട്ട് പോകേണ്ടതില്ല. സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായി കാലാവധി പുതുക്കപ്പെടും. ഇതിനായി പ്രത്യേക ഫീസോ അപേക്ഷയോ ആവശ്യമില്ല. യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ വിസ കാലാവധി പൂർത്തിയായിട്ടും രാജ്യത്ത് തുടരുന്നവർക്ക് ഈ ഇളവ് ബാധകമാകില്ല. അവർ കൃത്യമായി പിഴ കൊടുക്കേണ്ടി വരും. യാത്രാ സൗകര്യങ്ങൾ തടസ്സപ്പെട്ടതും വിമാന സർവീസുകളിലെ അനിശ്ചിതത്വം പരിഗണിച്ചാണ് ഖത്തർ ഇത്തരം ഒരു മാനുഷികമായ സമീപനം സ്വീകരിച്ചത്. ഖത്തറിൽ അമേരിക്കയുടെ 10,000-ത്തിലധികം സൈനികർ ഉണ്ടെന്നാണ് കണക്ക്. ഇറാന്റെ പ്രധാന ലക്ഷ്യം ഈ സൈനിക കേന്ദ്രങ്ങളെ തകർക്കുക എന്നതാണ്. എന്നാൽ ഖത്തറിന്റെ മണ്ണിൽ വെച്ച് ഇത്തരമൊരു ആക്രമണം നടക്കുമ്പോൾ അത് ഖത്തറിന്റെ സാമ്പത്തിക മേഖലയും സുരക്ഷയും സാരമായി ബാധിക്കുന്നു. ടൂറിസം, വ്യോമയാനം, പ്രകൃതിവാതക കയറ്റുമതി എന്നിവയെല്ലാം ഈ യുദ്ധ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലാണ്. ഇറാനുമായി നല്ല ബന്ധം പുലർത്തുന്നതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഒരു ബാക്ക് ചാനലായി പ്രവർത്തിക്കാൻ ഖത്തറിന് കഴിഞ്ഞിരുന്നു. എന്നാൽ സ്ലീപ്പർ സെല്ലുകളുടെ സാന്നിധ്യം ഖത്തറിൽ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കി മാറ്റിയിരിക്കുന്നു. സൗഹൃദത്തെക്കാൾ ഉപരിയായി രാജ്യസുരക്ഷയ്ക്കാണ് മുൻഗണന എന്ന് ഖത്തർ ഇതിലൂടെ വ്യക്തമാക്കുന്നുമുണ്ട്. ഖത്തറിന്റെ ഈ പുതിയ നിലപാട് പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഒറ്റപ്പെടലിന് ആക്കം കൂട്ടിയേക്കാം. സൗദി അറേബ്യയും UAE നേരത്തെ തന്നെ ഇറാന്റെ നീക്കങ്ങളെ ജാഗ്രത പുലർത്തിയിരുന്നു. ഇപ്പോൾ ഖത്തർ കൂടി കടുത്ത നിലപാടിലേക്ക് മാറുന്നത് ഇറാൻ വിരുദ്ധ ചേരിക്ക് കരുത്തു പകരും. എങ്കിലും പൂർണ്ണമായും ഇറാനെ പിണക്കാൻ ഖത്തർ തയ്യാറാകില്ല. ഭാവിയിൽ സമാധാന ചർച്ചകൾക്ക് ഒരു വേദി ആവശ്യമായി വരുമ്പോൾ ഖത്തർ വീണ്ടും മധ്യസ്ഥന്റെ റോൾ ഏറ്റെടുക്കേണ്ടി വരും. പശ്ചിമേഷ്യയിലെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഖത്തർ സ്വീകരിക്കുന്ന നിലപാടുകൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. സ്വന്തം മണ്ണിലെ ചാരവൃത്തിയും സ്ലീപ്പർ സെല്ലുകൾ തകർക്കുന്നതിലൂടെ രാജ്യം സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതേസമയം തന്നെ വിസ നിയമങ്ങളിൽ ഇളവ് നൽകിക്കൊണ്ട് സാധാരണക്കാരോടും പ്രവാസികളോടുമുള്ള കരുണയും രാജ്യം പ്രകടിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഖത്തറിന്റെ നയതന്ത്ര പാതയെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്.